കടുത്ത പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിയമസഭയെ അംഗീകരിക്കുക, സംസ്ഥാനത്തെ അംഗീകരിക്കുക എന്നതൊക്കെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഹിറ്റ്ലറിൽ നിന്നും മുസോളിനിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് നാസിസത്തിൻ്റെയും ഫാസിസത്തിൻ്റെയും നയങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ മര്യാദ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ അംഗീകരിച്ച പ്രമേയം ഡൽഹിയിലുള്ള കേരളത്തിൻ്റെ പ്രതിനിധി പ്രസിഡന്റ് കമ്മീഷണർ മുഖേന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ആ പ്രമേയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ ഡൽഹിയിൽ പോകേണ്ടതില്ല എന്നും ഞങ്ങളൊരു നിലപാടെടുക്കുന്നു. ധനകാര്യമന്ത്രിയെ കാണില്ല എന്ന വാശിയൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ വീണ്ടും കാണേണ്ടതില്ല എന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഇതാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായും അവർ പോയിട്ട് ഈ കാര്യമാണല്ലോ സ്വാഭാവികമായിട്ടും പറയുക. നിങ്ങൾ ഇവിടുന്ന് വന്നവരെ കാണാൻ പാടില്ല എന്ന നിലപാട് പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിലപാടായിരിക്കാനാണ് ഇത് സാധ്യത. മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ നൈതികതയ്ക്ക് നേരെയുള്ള പ്രധാനമന്ത്രിയുടെ മുഖം തിരിക്കൽ എന്ന് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. രാജേന്ദ്രൻ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, ഒരുപക്ഷെ രാജ്യത്തിലെ തന്നെ അപൂർവമായ ഒരു സാഹചര്യങ്ങൾ മാത്രം ഇങ്ങനെ വേണം അതിനെ കാണാൻ. കാരണം ഒരു സംസ്ഥാനം ആവശ്യപ്പെടുകയാണ്. അതും ഇപ്പോൾ കുമ്മനം രാജശേഖരൻ BJP സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം നടത്തുന്നു. അതിലേക്ക് ഡൽഹിയിലേക്ക് കേരളത്തിലെ സഹകരണ മേഖലയെക്കുറിച്ച് അധികൃതരുമായി ചർച്ച ചെയ്യാൻ നിശ്ചയിച്ചിരുന്ന സർവകക്ഷി സംഘത്തിൻ്റെ തീരുമാനം റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ന് സർവകക്ഷി നേതാക്കൾ കൈക്കൊണ്ട തീരുമാനം, അത് വാസ്തവത്തിൽ അവർ ഉന്നയിക്കുന്ന ആവശ്യത്തോട് അവർക്ക് ഒട്ടും ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് ഉണ്ടായിരിക്കുന്ന സാമ്പത്തിക പരിഷ്കരണം സംബന്ധിച്ച് പരാതികളോ ആക്ഷേപങ്ങളോ ആവലാതികളോ ഉണ്ടെങ്കിൽ അത് പറയേണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയോടാണ്. പ്രത്യേകിച്ച് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതുമെങ്കിൽ ആ ചർച്ച ഉത്തരവാദിത്വപൂർവ്വം നടത്തേണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയോടാണ്. ആ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിലെ നേതാക്കളുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. BJPയും ഇത്തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി സമയം ചോദിച്ചിരുന്നു, അനുവദിച്ചു, ചർച്ച ചെയ്യുകയും ചെയ്തു. പക്ഷേ സർവകക്ഷി നേതാക്കൾ മറ്റ് CPMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക്, LDF UDF നേതാക്കൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്താണോ, അതോ തങ്ങൾക്കെന്തെങ്കിലും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണോ? ഈ വിഷയത്തിൽ
അവർക്ക് കേന്ദ്രത്തെ ഒന്നും ധരിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ ചുമതലയുണ്ട്. പ്രധാനമന്ത്രി അനുമതി നിഷേധിച്ചു എന്നാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഇതൊരു ധനകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രശ്നമാണ്. ചർച്ച ചെയ്യേണ്ടത് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഉത്തരവാദിത്വപൂർവ്വം ആധികാരികമായി ഈ വിഷയത്തെക്കുറിച്ച്. അത് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വക വിഷയങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കൂ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് സംസാരിച്ചതിന് ശേഷവും കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ പിന്നെ അടുത്തത് വീണ്ടും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാമായിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്രം യാതൊരു വിധത്തിലുള്ള നിഷേധാത്മകമായ നയവും സ്വീകരിച്ചിട്ടില്ല. അങ്ങേയറ്റ ഉദാരവും വളരെയേറെ അനുഭാവപൂർവവുമായ സമീപനമാണ് ഈ കാര്യത്തിൽ കേന്ദ്രം അനുവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ കേന്ദ്രമാണ് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നും കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ് കേന്ദ്രം ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നതെന്നും വരുത്തി തീർക്കാൻ ഒരു കാരണം അന്വേഷിച്ച് അത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കാരണമാക്കി ഇതിനെ മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാര്യത്തിൽ ആത്മാർത്ഥത തെളിയിക്കേണ്ടത് കേരള സർക്കാരാണ്, അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളാണ്. മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഈ യാത്ര റദ്ദ് ചെയ്തുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം ഖേദകരമാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ സംശയത്തോടു കൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. അതിലൊട്ടും ഈ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തുറന്ന പ്രഖ്യാപനം കൂടിയാണ് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കും. സംസ്ഥാനത്തെ രണ്ട് മുന്നണികൾ ഒറ്റക്കെട്ടായി ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. എന്നിട്ടും എന്തിനാണ് പ്രധാനമന്ത്രി ഒളിച്ചോടുന്നത്? അപ്പോയിന്റ്മെന്റ് അദ്ദേഹം ഒളിച്ചോടിയിട്ടില്ലല്ലോ. ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നിങ്ങൾ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് സംസാരിക്കൂ എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ധനകാര്യമന്ത്രിയെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രിയും ഒരുമിച്ച് കണ്ടു ഇതേ വിഷയത്തിൽ. അതിനുശേഷം സംസ്ഥാനത്തെ എംപിമാർ പോയി കണ്ടു. ഇതിൽ കൂടുതൽ എന്താണ് ഇനി ധനമന്ത്രിയോട് പറയാനുള്ളത് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം ചോദിക്കുന്നത്. അല്ല, അതിനുശേഷവും സർവകക്ഷി സമ്മേളനം അവിടെ നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, കേരള നിയമസഭ യോഗം ചേർന്ന് ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അതിനുശേഷവും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്തിന് പാഴാക്കണം? അത് വേണ്ട എന്നെന്തിന് വെക്കണം? അദ്ദേഹം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിയല്ലേ. ഈ വിഷയത്തിൽ ആധികാരികമായി ഒരു തീരുമാനം അറിയിക്കാൻ. അത് മാത്രവുമല്ല, ഈ വിഷയം സംബന്ധിച്ച് കേന്ദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളും തീരുമാനങ്ങളും എന്തൊക്കെയാണ് എന്ന് അറിയുന്നതിനും തങ്ങളുടെ ആവശ്യം വീണ്ടും ഉന്നയിക്കുന്നതിനും കിട്ടുന്നൊരു അവസരമല്ലേ കളഞ്ഞത്? ആ അവസരം എന്തിന് കളയണം? കിട്ടുന്ന വേദികളിൽ, അവസരങ്ങളിൽ, സന്ദർഭങ്ങളിൽ കേരളത്തിൻ്റെ ആവശ്യം ശക്തിപൂർവ്വം ഉന്നയിക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്? അതല്ലേ അതിനോട് കാണിക്കുന്ന ആത്മാർത്ഥത. ആയിക്കോട്ടെ, ഓരോ ദിവസവും ഈ വക വിഷയങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര പാർലമെന്ററി യോഗം. കുമ്മനം രാജശേഖരൻ വാർത്താ സമ്മേളനം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി സ്വീകരിച്ച അതേ നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. കേരളം കിട്ടിയ അവസരം, ധനമന്ത്രിയെ കാണാനുള്ള അവസരം എന്തേ കൈവിട്ട് കളഞ്ഞു എന്ന ചോദ്യമാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പി കരുണാകരൻ MP കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പി കരുണാകരൻ, ഇവിടെ വിഷയം വ്യക്തമാണ്, എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. കാരണം പ്രധാനമന്ത്രിയോട് കേരളത്തിലുള്ള സർവകക്ഷി സംഘം, അതും ജനകീയ വിഷയത്തിൽ ഒരാവശ്യം ഉന്നയിച്ച് ചെല്ലുമ്പോൾ കാണിക്കേണ്ട മര്യാദയാണോ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ഔന്നത്യമുള്ള ഫെഡറൽ സംവിധാനം, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെ കാര്യങ്ങളെ വായിച്ചെടുക്കാൻ കഴിയും? താങ്കളടക്കം പോയി കണ്ടിരുന്നല്ലോ, ധനമന്ത്രിയെ അടക്കം. ശ്രീ പി കരുണാകരൻ. പി കരുണാകരനിലേക്ക് മടങ്ങിയെത്താം. കെ രാജേന്ദ്രൻ വീണ്ടും നമ്മോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. രാജേന്ദ്രൻ, ഇവിടെ നോക്കിക്കാണേണ്ടത് എന്താണ്? കാരണം കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ലത്. കാരണം രണ്ടുപേരും പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടെ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളുണ്ട്, ഒപ്പം നേരത്തെ മുഖ്യമന്ത്രി കൂടി പറഞ്ഞ കാര്യങ്ങൾ. ഇവിടെ ഒരു രാഷ്ട്രീയമല്ല, പകരം മറിച്ച് കേരളം ഉന്നയിച്ച ഒരു ജനകീയ വിഷയം, ആ വിഷയത്തിൽ എടുക്കേണ്ട സ്വാഭാവികമായും മുൻകാലങ്ങളിലൊക്കെ ഒരു പ്രധാനമന്ത്രി സ്വീകരിച്ചു വരുന്നതിന് അപ്പുറത്തേക്ക് മോദിയിൽ നിന്നും ഇങ്ങനെ വൈരുദ്ധ്യമായ അല്ലെങ്കിൽ ഒരു വിരുദ്ധ നിലപാട് എന്തുകൊണ്ട് പോരുന്നു?
അതിനകത്ത് കുമ്മനം രാജശേഖരൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെ BJPയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഒന്ന്, പി കരുണാകരൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീ പി കരുണാകരൻ, പ്രധാനമന്ത്രിയുടെ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? വളരെ തെറ്റായ നിഷേധാത്മകമായിട്ട് സമീപനമാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിലെ സർവകക്ഷി സംഘം മുഖ്യമന്ത്രി ഉൾപ്പെടെ വന്ന് പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ എല്ലാ പ്രധാനമന്ത്രിമാരെയും നെഹ്റു മുതൽ ഇങ്ങോട്ട് ഒരാൾ പോലും ഇതിനെ നിഷേധിച്ചിട്ടുണ്ടാവത്തില്ല. പ്രധാനമന്ത്രിക്ക് ഈ പ്രതിനിധി സംഘം പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക, അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. പക്ഷെ സംസ്ഥാനത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന, സ്റ്റേറ്റിനെ ബാധിക്കുന്ന വിഷയമാണ് യഥാർത്ഥത്തിൽ പ്രതിനിധി സംഘം ഇവിടെ വന്നിട്ട് ഗവൺമെന്റിനെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അത് നിഷേധിക്കുക എന്നുള്ളതിന് എന്താ അർത്ഥം? ഇവിടെ BJPക്കാർ പറയുന്നത് കേട്ടിട്ട് ഭരിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ ഇപ്പൊ പ്രധാനമന്ത്രിയായാലും മറ്റാൾക്കാരും ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളോടും ഇത് തന്നെയാണല്ലോ ചെയ്തത്. സാധാരണഗതിയിൽ MP-മാർക്ക് ഏത് പ്രധാനമന്ത്രിയായാലും സമയം കൊടുക്കാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ എല്ലാ MP-മാരും, രാജ്യസഭയിലെയും ലോകസഭയിലെയും എല്ലാ MP-മാരും ഒപ്പിട്ട് നിവേദനം നൽകി, ധനകാര്യമന്ത്രി അനുവാദം നൽകി. എന്നാൽ പ്രധാനമന്ത്രി ഇതുവരെ നൽകിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ സർവകക്ഷി സംഘത്തോടും MP-മാരുടെ പ്രതിനിധി സംഘത്തോടും പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ള സമീപനം അങ്ങേയറ്റം വിവേചനപരമായിട്ടതാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു സത്യപ്രതിജ്ഞാ ലംഘനം കൂടിയാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പറയുന്നത് രാജ്യത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പക്ഷപാതപരമില്ലാതെ കാണാനും കേൾക്കാനും നടപടിയെടുക്കാനും ഞങ്ങൾ തയ്യാറാണെന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും പറയുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് അറിയത്തില്ലല്ലോ. അത് പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരുന്ന സമയത്ത് അതിന് ഇത്തരം ഒരു വിഷയം വളരെ ഗൗരവമായിട്ട് ഒരു സംസ്ഥാനത്തിലുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. അത് അന്വേഷിച്ചില്ല എന്നത് പോകട്ടെ, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ. എന്നാൽ പ്രധാനമന്ത്രിയെ കണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അതിനുപോലും അനുവാദം നൽകുന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം അവിടെ ശ്രീ കരുണാകരൻ, കുമ്മനം രാജശേഖരൻ അല്പസമയം മുമ്പ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. കാരണം ഈ വിഷയം ധനമന്ത്രിയുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമന്ത്രിക്ക് ഇക്കാര്യത്തിൽ പറയാൻ അല്ലെങ്കിൽ പരിഹരിക്കാനുള്ള പ്രശ്നമല്ല, ധനമന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ ധനമന്ത്രാലയത്തിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് ലഭിച്ച അവസരം നിങ്ങൾ കൈവിട്ട് കളഞ്ഞു. അത് ആ ആരോപണത്തെ എങ്ങനെ കാണുന്നത്? കാരണം ഒരു തവണ നിങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഘം പോയി കണ്ടു, ഇവിടുന്ന് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പോയി നേരിൽ കണ്ടു. അതിനപ്പുറത്തേക്ക് ഇനിയും ആ ധനമന്ത്രാലയത്തിന് മുന്നിലേക്ക് കാതോർക്കേണ്ട കാര്യമുണ്ടോ? കുമ്മനം രാജശേഖരൻ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. കാരണം ആരാണ് ഈ തീരുമാനം എടുത്തത് എന്നുള്ളത്. ഞങ്ങൾ ധനകാര്യമന്ത്രിയുടെ അടുത്ത് പോയ സമയത്ത് പോലും പറഞ്ഞത് പ്രധാനമന്ത്രിയെ കാണണം എന്നുള്ളതാണ്. അത് കുമ്മനത്തിന് അറിയത്തില്ല. മാത്രമല്ല, ഇത് ധനകാര്യമന്ത്രിയല്ല ഈ നവംബർ 8-ാം തീയതി രാജ്യത്തോട് പറഞ്ഞത്. റിസർവ് ബാങ്ക് ഗവർണറല്ല പറഞ്ഞത്, പ്രധാനമന്ത്രി തന്നെയാണ് പറഞ്ഞത്. പ്രധാനമന്ത്രി പരസ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 10 മാസമായിട്ട് തുടർച്ചയായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരം പോളിസി ഇഷ്യൂസ് വരുമ്പോൾ പ്രധാനമന്ത്രി തന്നെയാണ്. നാണയ പ്രശ്നത്തിലൊക്കെ സാമ്പത്തിക പ്രശ്നത്തിൽ ധനകാര്യമന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നത് ശരിയായി. പക്ഷെ ഇതല്ല, ഇത് അതിനേക്കാളും വലുത് ഒരു റിസർവ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ടാക്സ് സിസ്റ്റം, അതിലാകെ തന്നെ മാറ്റം വരുത്തുന്നതാണ്. അത് പ്രധാനമന്ത്രി അറിയാതെ ഒരാൾക്കും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ അതിൽ ഇനിയിപ്പോ പ്രധാനമന്ത്രി ഒരു മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മറ്റു നേതാക്കളും വന്നിട്ട് പ്രധാനമന്ത്രിയെ കണ്ടാൽ എന്താ കുഴപ്പമുണ്ടാവുക? ഞങ്ങൾക്കറിയാലോ ഇതിനേക്കാളും എത്രയോ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാധാരണഗതിയിൽ MP-മാരെ എത്രയോ ചെറിയ പ്രശ്നങ്ങൾക്ക് പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. എന്നാൽ അത് പ്രധാനമന്ത്രി വകുപ്പായിരിക്കത്തില്ല. പലപ്പോഴും അത് ധനകാര്യമന്ത്രിയുടെയോ മറ്റാൾക്കാരുടെയോ വകുപ്പായിരിക്കും. ഇതൊക്കെ കുമ്മനത്തിന് അറിയാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ശ്രീ പി കരുണാകരൻ, ഇവിടെ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും താങ്കൾ കാണുന്നോ? പ്രത്യേകിച്ച് ഇന്ന് കുമ്മനം രാജശേഖരനും PK കൃഷ്ണദാസ് അടക്കം പോയി പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ന് ദില്ലിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ കൂടിക്കാഴ്ച ധനമന്ത്രിയുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുന്നു. നേരത്തെ കഴിഞ്ഞ തവണ ധനമന്ത്രിയെ കാണുമ്പോൾ ഐസക്കിന് കൊടുത്ത അനുഭാവപൂർണമായ ഒരു നിലപാട്, ആ നിലപാട് പിറ്റേന്ന് തന്നെ തിരുത്തുന്നതിന് കാരണമായത് പോലും കേരളത്തിൽ നിന്നുള്ള ചില ഇടപെടലുകൾ, ഇതൊക്കെ അവർ കൂടി അംഗീകരിച്ച കാര്യമാണ്. ഇന്ന് കൂടി പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചനയോ രാഷ്ട്രീയ ലക്ഷ്യമോ താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് BJP അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചാൽ പോലും പ്രധാനമന്ത്രി അത്തരം ഒരു സമീപനം സ്വീകരിച്ചുകൂടല്ലോ.
പ്രധാനമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ, BJPയുടെ മാത്രം പ്രധാനമന്ത്രിയല്ലല്ലോ. BJPയുടെ MP ആയിട്ട് പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ. മറ്റൊന്ന്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതാക്കൾ തുടർച്ചയായി നടന്ന പ്രസ്താവനകൾ, പ്രത്യേകിച്ച് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മാസ് മൂവ്മെന്റ് ആണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം. അത്രയും വലിയൊരു ജനകീയതയുള്ളതാണ്. പക്ഷെ അതിനെതിരായിട്ട് തുടർച്ചയായിട്ട് അവർ നടത്തുന്ന പ്രസ്താവന അത് കേന്ദ്രത്തിലേക്ക് പാസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിനെ പറ്റി സംശയമില്ല. അത് വെച്ചുകൊണ്ടുള്ള ഒരു തെറ്റായ ധാരണ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടാക്കാൻ ചിലപ്പോ അവർ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ലല്ലോ ഒരു പ്രധാനമന്ത്രി പെരുമാറേണ്ടത്. അങ്ങനെ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് തീർച്ചയായും ശ്രീ പി കരുണാകരൻ, ഈ ഘട്ടത്തിൽ എന്തായാലും തേടേണ്ടി വരുന്നത് കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കളുടെ പ്രതികരണമാണ്. ശ്രീ ജോർജ് കുര്യൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോർജ് കുര്യൻ, ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാകാവുന്ന ഒരു സമീപനമാണോ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തോട് അല്ലെങ്കിൽ സർവകക്ഷി സംഘത്തോട് സ്വീകരിച്ചിരിക്കുന്നത്? കാരണം അനുമതി നിഷേധിക്കുകയാണ്. ഒരു ജനകീയ വിഷയം ഉന്നയിച്ചാണ് ദില്ലിയിലേക്ക് പോകുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി എടുത്ത നിലപാടിനെ ഏതർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയും ശ്രീ ജോർജ് കുര്യൻ? താങ്കൾ കേൾക്കാമോ ശ്രീ ജോർജ് കുര്യൻ? എന്റെ ചോദ്യം കേട്ടുവെങ്കിൽ പ്രതികരണം. അല്ല, ഞാൻ ചോദ്യം കേട്ടില്ല. അതായത് കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തോട് മുഖമടച്ചുള്ള ഒരു നിലപാട്, ഈ നിലപാട് അതായത് വേണമെങ്കിൽ പോയി ധനമന്ത്രിയെ കാണാം, അനുമതി നിഷേധിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടിയാണ്. ഇവിടെ ഏതർത്ഥത്തിൽ ജനകീയ വിഷയം ഉന്നയിച്ച് സർവകക്ഷി സംഘം ദില്ലിയിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പ്രധാനമന്ത്രി സ്വീകരിച്ചാൽ അതിന് കേരളത്തിലെ BJP നേതാക്കൾക്കുള്ള മറുപടി എന്തായാലും നിങ്ങൾക്കതിനുള്ള ബാധ്യത വരികയാണ്. അല്ല, ഇതിനു മുമ്പും കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും അതുപോലെ സംഘങ്ങളും പോകുന്ന അവസരത്തില് പ്രധാനമന്ത്രിയുടെ അസൗകര്യം കൊണ്ട് സന്ദർശനം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പൊ നാളെ പ്രധാനമന്ത്രിക്ക് അസൗകര്യമാണ് എങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല, നാളെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം എന്ന് ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അസൗകര്യങ്ങളല്ല പറഞ്ഞത്. ഇവിടെ മുഖമടച്ചുള്ള ഒരു നിലപാട് തന്നെയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാം നാളെ എന്നാണ് പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ തന്നെ പിന്നീട് അറിയിക്കും. സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു പ്രക്രിയയുണ്ട്. അപ്പൊ അത് പറ്റില്ല എങ്കിൽ ഈ പ്രക്രിയ അറിയാത്തവരല്ല ശ്രീ ജോർജ് കുര്യൻ. കേരളത്തിലുള്ള മുഖ്യമന്ത്രിയും ഈ പറയുന്ന സർവകക്ഷി സംഘമൊക്കെ അതിന്റെ യഥാർത്ഥ വഴികളിലൂടെ പോയി അനുമതി തേടിയതിനു ശേഷം, അല്ലാതെ പ്രധാനമന്ത്രിയുടെ തിരക്കൊക്കെ കാണാതിരിക്കുന്നവരല്ല മുഖ്യമന്ത്രി അടക്കമുള്ളവര്. അതൊക്കെ കണ്ട ശേഷം പാർലമെന്റ് നടക്കുന്ന സമയത്ത് ചോദിക്കാൻ പറ്റുന്ന മാന്യമായ ഭാഷയിൽ അനുമതി ചോദിച്ചു, അതിനുള്ള മറുപടി അതങ്ങനെയാണ്. പ്രധാനമന്ത്രിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിണറായി വിജയനാണ് വരുന്നത്, തന്നില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കിട്ടില്ല. അങ്ങനെ വളച്ചൊടിക്കരുത്, ദയവായി വളച്ചൊടിക്കരുത്. അതായത് ഒഫീഷ്യൽ മാനദണ്ഡങ്ങൾ കൂടെ തന്നെയാണ് ഉപയോഗിച്ച് ഇങ്ങനെ ഒരു അനുമതി തേടിയിരിക്കുന്നത്. അതിനപ്പുറത്ത് താങ്കൾ പറയുന്നത് രാഷ്ട്രീയമായി അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു മാനം കൊടുക്കരുത് ദയവായി. അല്ല, ഇന്ത്യയുടെ ഏത് പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ചോദിക്കുന്ന ആ ദിവസം ആ സമയത്ത് അപ്പോയിന്റ്മെന്റ് തരാൻ സാധിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിന് രാജ്യത്തിന്റെ വിഷയങ്ങളുണ്ട്, ഇന്റർനാഷണൽ വിഷയങ്ങളുണ്ട്. പിന്നെ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പറയാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിഷേധിച്ചു, ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ട്? പ്രധാനമന്ത്രിയെ ആദ്യം കാണണം, അത് കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ കാണണം. അതിന്റെ അകത്ത് ഒരു കുഴപ്പമില്ല. അതിപ്പോ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് കബളിപ്പിക്കണ്ട. കബളിപ്പിക്കലാണോ? ദയവായി താങ്കൾ തുടരണം ശ്രീ പി കരുണാകരൻ. കാരണം താങ്കൾ കൂടി ദില്ലിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണ്. എന്താണ് അങ്ങനെ അനുമതി തേടിയതിലെ ഏതെങ്കിലും കാലതാമസം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മറ്റ് ഒഫീഷ്യൽ പരിപാടികൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പാർലമെന്റ് നടക്കുന്ന സമയത്ത് മറ്റെന്തെങ്കിലും തിരക്കുകൾ കൊണ്ട് ആണോ ഇങ്ങനെയൊരു അനുമതി നിഷേധം ഉണ്ടായത്? ഇക്കാര്യത്തിൽ ജോർജ് കുര്യന്റെ വാക്കുകൾക്കുള്ള മറുപടി. ജോർജ് കുര്യന്റെ വാക്ക് അങ്ങേറ്റം എന്താ പറയാ, നിരാശാജനകം, എന്താ പറയേണ്ടത് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അന്വേഷണം നടത്തിയാൽ ആ ദിവസം കൊടുക്കണമെന്നില്ല, ശരിയാ. പക്ഷെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതാണ് പ്രധാനപ്പെട്ട വിഷയം 14 or 15 ദിവസമായിട്ടുള്ളതെന്ന് അറിയുന്ന ഒരു കാര്യമാണല്ലോ. അത്തരം ചുറ്റുപാടിൽ ശരിയാ, കുര്യൻ പറഞ്ഞ മാറി ഇന്ന് നാളെ കഴിയില്ല, മറ്റൊരു ഡേറ്റ് കൊടുക്കാലോ. മറ്റൊരു ഡേറ്റ് കൊടുക്കുന്നില്ല, അതിന് പകരം ധനകാര്യമന്ത്രിയെ കണ്ടോളൂ എന്ന് പറഞ്ഞാല് കുര്യൻ പറഞ്ഞ വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. ഒരു പ്രധാനമന്ത്രി എന്നല്ല, എല്ലാ പ്രധാനമന്ത്രിയും കാണാറുണ്ട്. ഞങ്ങള് പ്രധാനമന്ത്രിയെ കാണാറുണ്ട്. മുൻകൂർ പിന്നെ നേരത്തെയുള്ള ഏത് പ്രധാനമന്ത്രി ആയാലും ഇത്തരം ഒരു
ശരിയാ, കാരണം ആ ദിവസം തന്നെ കഴിഞ്ഞില്ല എന്ന് വെക്കുക. ആ ദിവസം കഴിഞ്ഞില്ലെങ്കിൽ വേറെ ദിവസം കൊടുക്കാലോ. ഇത് കേരളത്തിന്റെ പ്രശ്നം എന്ന നിലയിൽ ഈ 14 ദിവസം ഞങ്ങൾ ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ലല്ലോ. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിഷയം ഇതാണ്. വേറെ ഏതെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ഈ വിഷയത്തിൽ കൊടുത്തിട്ടില്ല. അതിന് പറയുന്ന ന്യായീകരണം ധനകാര്യമന്ത്രിയെ കണ്ടോളൂ എന്ന് പറയുക. അതിന് പകരം എന്താ നാളെ എനിക്ക് കഴിയത്തില്ല, നാളെ ഓഫീസിൽ അസുഖമുണ്ട്, അറിയിക്കാം, അതല്ലെങ്കിൽ പിന്നെ വേറെ ദിവസം ആവാം എന്ന നിലയിലുള്ള മറുപടിയല്ല തന്നിട്ടുള്ളത്. അത് നിഷേധാത്മകമായിട്ടുള്ള സമീപനം ശരി ശരി ശ്രീ തന്നെയാണ്. ജോർജ് കുര്യൻ അതിന് വ്യക്തത വന്നു കഴിഞ്ഞു. ഇനി താങ്കളുടെ മറുപടി. ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ പറഞ്ഞതുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതല്ലല്ലോ. ആരെങ്കിലും അത് എഴുതി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് അവിടുന്ന് അറിയിച്ചോ? പ്രധാനമന്ത്രിയെ ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് അറിയിച്ചോ? നാളെ കാണാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടാവും. അതിനെ ശ്രീ ജോർജ് കുര്യൻ ചാനലിൽ കാണിക്കാവല്ലോ, അതിന്റെ റിപ്ലൈ കാണിക്കാവല്ലോ. മിസ്റ്റർ കുര്യൻ, അതെങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കേരള ഹൗസിൽ നിന്നും ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാര് നേരത്തെ തന്നെ നോട്ട് കൊടുത്ത് ആവശ്യപ്പെടുന്നതാണ്. ആ ആവശ്യത്തിന്റെ മേലെ ഉള്ള റിയാക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അവിടുന്ന് കിട്ടിയിട്ടുള്ള മറുപടി എന്താന്ന് പറഞ്ഞാൽ സൗകര്യമില്ല, നിങ്ങൾ ധനകാര്യമന്ത്രിയെ കണ്ടോളൂ, വേറൊരു ദിവസം കാണാന്നുള്ളതല്ല, ഇന്ന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതല്ല. ഈ കാര്യത്തിൽ അങ്ങനെ ഒരു തർക്കത്തിന്റെ പ്രശ്നമില്ലല്ലോ. കാരണം അവർക്ക് പറയാലോ വേറെ ദിവസം കാണാമെന്നുള്ളത്. അതല്ലല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചിട്ടുണ്ടാവും. അതിന്റെ ആവശ്യമില്ലല്ലോ. ധനകാര്യമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അല്ലല്ല കുര്യൻ, ധനകാര്യമന്ത്രിയെ കാണാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കേണ്ടതില്ലല്ലോ. ഇങ്ങനെ പന്ത് തട്ടിക്കളിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ ജോർജ്? അതായത് ഒരിക്കൽ പോയി ധനമന്ത്രിയെ കണ്ടു, എംപിമാര് പി കരുണാകരൻ അടക്കമുള്ളവർ പോയി കണ്ടു, ധനമന്ത്രി പോയി കണ്ടു, മുഖ്യമന്ത്രി പോയി കണ്ടു, വീണ്ടും ആ വാതിലിലേക്ക് വീണ്ടും ചെന്ന് മുട്ടേണ്ട എന്ത് കാര്യമാണുള്ളത്? സമയം കളയാന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് മെറിറ്റ് എന്താണ് ശ്രീ ജോർജ് കുര്യൻ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് ഉണ്ടാകണം. അതില്ലാതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കണ്ട് സഹകരണ സംഘങ്ങളുടെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ധനമന്ത്രിയെ പോയി കണ്ട് സംസാരിച്ചു. അതിനുശേഷം എന്തുണ്ടായി? അതിനുശേഷം ശുഭസൂചകമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? പ്രധാനമന്ത്രി അല്ലെങ്കിൽ പറയുകയാണ് പോയി ധനമന്ത്രിയെ കണ്ടോളൂ, കാര്യങ്ങൾ ധനമന്ത്രി ഉറപ്പ് നൽകും. ആ തലത്തിലേക്ക് ഒന്നുമില്ല. പിന്നെ വീണ്ടും എന്തിനു പോയി ധനമന്ത്രാലയത്തിന് മുന്നിൽ പോയി കാതോർക്കണം? അതിനുത്തരം താങ്കൾ. ഇത് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റും. കാരണം അങ്ങനെ ഒരു പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചാനലിൽ കൂടെ ജനങ്ങളെ കാണിക്കണം. ഇത് സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ സെക്രട്ടറിക്ക് ഒരു കത്തയക്കും. അത് കേരള ഹൗസിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്നായിരിക്കാം. അതിനുശേഷം അദ്ദേഹം വിളിച്ച് ചോദിച്ചിട്ടുണ്ടാകും, ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകും. അപ്പൊ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടാകും, നാളെ പ്രധാനമന്ത്രിക്ക് അസൗകര്യമുണ്ട്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാം. കേരളത്തിൽ നിന്ന് ചെല്ലുന്നതല്ല, നിങ്ങൾ ഡൽഹിയിലുണ്ട്, ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാം, പ്രധാനമന്ത്രിയെ കാണുന്നത് പോലെ തന്നെ പരിഗണിക്കും എന്നാണ് സാധാരണ രീതിയിൽ ഫോണിൽ കൂടെയുള്ള കോൺവെർസേഷൻ ആയിരിക്കണം. അതാണ് ഇത് വളച്ച് ചെയ്ത് പറ്റില്ല പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയല്ലല്ലോ. ഏതായാലും നല്ലതാണ്. ഇനിയും ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാരിനോട് രീതിയിൽ തന്നെ ശ്രീ ജോർജ് ഒരു ഡിബേറ്റിന് പോലും ഒരു പക്ഷേ കാതോർക്കാതെ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്തിന്? കാരണം പ്രധാനമന്ത്രിക്കല്ലേ താങ്കൾ പറഞ്ഞതുപോലെ ഓഫീസിൽ എല്ലാ തിരക്കുകളുമുള്ള ഒരു പ്രധാനമന്ത്രി ഇന്നിപ്പോൾ പാർലമെന്റിൽ ഒരു പക്ഷേ കുറേ കാലത്തിന് ശേഷം പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി എത്തിയത് പോലും വലിയ വാർത്തയായി മാറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിരക്കുകളൊക്കെ നമുക്ക് എന്തായാലും അംഗീകരിക്കാം. എങ്കിൽ മാർഗം പറയാതെ പോയി കാണുക, ധനമന്ത്രിയെ പോയി കണ്ടോളൂ, ഇതൊന്നും ഈ കാര്യങ്ങളിലൊന്നും യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്ത ഒരു പ്രധാനമന്ത്രിയാണോ നമുക്കുള്ളത്? ഇതുവരെയും കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരാവശ്യവും പ്രധാനമന്ത്രിയോ ധനമന്ത്രിയോ നിഷേധിച്ചിട്ടില്ല. വളരെ സന്തോഷമുണ്ട് ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതില്. കാരണം വളരെ സഹകരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അവസാനം പ്രധാനമന്ത്രി സഹകരിക്കുന്നു എന്ന് കാണുന്ന അവസരത്തിൽ എങ്ങനെയെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് ചെയ്തോളൂ. കാരണം ഭാവിയിലും ഇങ്ങനെ പറയാമല്ലോ. കാരണം പ്രധാനമന്ത്രി കാണാൻ പറ്റില്ല, ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടോളാൻ പറഞ്ഞു. ഇതുവരെയും ഇവിടുത്തെ ഒരു മന്ത്രിയും മുഖ്യമന്ത്രിയും ഞങ്ങൾ ചോദിച്ച ഒരു കാര്യവും പരിഗണിച്ചിട്ടില്ല എന്നിവിടെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. അതാണ് ഇക്കാര്യത്തിൽ മാത്രം കാണിക്കുന്ന ഈ ഒളിച്ചോട്ടം. ഞാൻ പറഞ്ഞത് ഉണ്ടാക്കുമ്പം പഴയ കാര്യങ്ങൾ മുഴുവൻ മറന്നിട്ട് അദ്ദേഹത്തെ അവമതിപ്പെടുത്തുന്നത് ഇത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള രാഷ്ട്രീയമല്ല.
ഇത് സങ്കുചിത രാഷ്ട്രീയമാണ്. ഇക്കാര്യത്തിൽ ശ്രീ ജോർജ് കുര്യൻ ഇക്കാര്യത്തിൽ മാത്രം താങ്കൾ പറയുന്ന കാര്യം വാദത്തിനനുസരിച്ച് അല്ലെങ്കിൽ വാദത്തിന് വേണ്ടി അംഗീകരിക്കുന്നു. ഇക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒളിച്ചോട്ടം? കാരണം ഒളിച്ചോട്ടമല്ല, ഒരാഴ്ച വരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഡൽഹി പോയി കിടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കാണാൻ തിരിച്ചു പോന്നിട്ടുമുണ്ട്. അതൊക്കെ ന്യൂസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് അസൗകര്യം ഉണ്ടെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ പറയുന്നത് അത്ര വലിയ പാവമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ജോർജ് കുര്യൻ ദയവായി മടങ്ങിയെത്താം. ശ്രീ പി കരുണാകരൻ, സാങ്കേതിക പ്രശ്നമാണോ, കാരണം സമയത്തിന്റെ പ്രശ്നമാണോ ഇതിൽ കാണേണ്ടത്? ജോർജ് കുര്യൻ പറയുന്നത് പോലെ അതല്ല, മറിച്ച് ഇക്കാര്യത്തിലൊരു മുൻവിധിയോടുകൂടിയുള്ള ഒരു നിലപാട് പ്രധാനമന്ത്രിക്കും അല്ലെങ്കിൽ ധനമന്ത്രിക്കടക്കം ഉണ്ടോ? ഈ കഴിഞ്ഞ നാളുകൾ 8 ദിനം മുമ്പാണ് നിങ്ങൾ പോയി കാണുന്നത്. അതിനുശേഷമുള്ള ഓരോ നിലപാടുകളും പരിശോധിച്ചാൽ എന്താണ് ഇക്കാര്യത്തിൽ ഒരു വൈരുദ്ധ്യമായി താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്? അല്ല, ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിന് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ അറിയോ, ഞാനും ശ്രീ കെ വി തോമസ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്തു നിവേദനത്തിന്റെ കോപ്പി ഉൾപ്പെടെ. അന്ന് തന്നെയാണ് ധനകാര്യമന്ത്രിക്കും കൊടുത്തത്. ധനകാര്യമന്ത്രിന്റെ ഓഫീസിൽ പോയി. പക്ഷെ ഇതുവരെ ഇപ്പൊ കുര്യൻ പറഞ്ഞാൽ 1 ദിവസം പോട്ടെ 2 ദിവസം പോട്ടെ എന്നാണ്. ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ കേരളത്തിലെ എംപിമാർ ഈ വിഷയത്തിന്റെ കോപ്പിയാണ് കൊടുത്തത്. അപ്പൊ എംപിമാർക്ക് ഇതുവരെയും അനുവാദം കിട്ടിയിട്ടില്ല. എന്താ കാരണമുള്ളത്? മറ്റെല്ലാത്തിനും കിട്ടും. അപ്പൊ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സമീപനം തന്നെയാണ് സ്വീകരിച്ചത്. അത് ഒരു മോഡിയെ കുറ്റപ്പെടുത്താനോ മറ്റു കാര്യങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ല. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയും മറ്റാൾക്കാരും വരുമ്പോൾ നിങ്ങൾ ധനകാര്യമന്ത്രിയെ കണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം. അതിലുപരി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. കാരണം ധനകാര്യമന്ത്രി ഞങ്ങൾ കണ്ടു, തോമസ് ഐസക് കണ്ടു, അതുപോലെ തന്നെ മുഖ്യമന്ത്രി കണ്ടു. അപ്പോൾ ഇത്തരം ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയെ തന്നെയാണ് കാണേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു വെള്ളപ്പൊക്കം പെട്ടെന്ന് വന്ന കാര്യമല്ലല്ലോ. ഇത് 10-14 ദിവസമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമല്ലേ. അത് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിക്ക് അത് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക, അത് വേറെ കാര്യം. പക്ഷേ അതിനുള്ള ഒരു സമയം കൊടുക്കുന്നില്ല. ഈ നാളെ കഴിയുന്നില്ല, മറ്റന്നാളാണ് അല്ലെ പിറ്റന്നാളാണ് എന്ന് പറയാം. അതുമല്ല, അത് അത്തരം ഒരു സമീപനം സ്വീകരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എഴുതി കാണിക്കൂ, ചാനലിൽ പറയൂ, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ശ്രീ കുര്യൻ ചർച്ചയിലൊക്കെ വളരെ ശക്തമായിട്ട് പറയുന്ന ആളാണെങ്കിലും ഇന്നത്തെ തനി ഒളിച്ചോട്ടം തന്നെയാണ്, ഒരു സംശയം. ശ്രീ ജോർജ് കുര്യൻ, കാരണം ഇവിടെ ഇന്ന് നിങ്ങൾ പോയി കണ്ട കാര്യങ്ങൾ എന്താണെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുമ്പോഴും ഇപ്പോൾ അല്പസമയം മുമ്പ് കുമ്മനം പറഞ്ഞത് കിട്ടിയ ഒരു അവസരം ധനമന്ത്രിക്ക് കാണാനുള്ള അവസരം നിങ്ങൾ പ്രതിപക്ഷം അല്ലെങ്കിൽ സർവകക്ഷി സംഘം തട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്ത് മറുപടിയാണ് ശ്രീ ജോർജ് കുര്യൻ ഇതിനൊക്കെ നൽകേണ്ടത്? കാരണം താങ്കൾ എന്തായാലും ആർജവത്തോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു നല്ലൊരു പ്രാസംഗികനും വക്താവുമാണ്. താങ്കൾ ഒരു യുക്തിഭദ്രമായ രീതിയിൽ ഒരു മറുപടി നേരത്തെ പി കരുണാകരൻ പറഞ്ഞതിന്. ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അസാധാരണമായിട്ട് ഒന്നുമില്ല. അത് പ്രധാനമന്ത്രിക്ക് ഇത് സമയമുള്ള സമയത്ത് അദ്ദേഹം കൊടുക്കും. അപ്പോയിന്റ്മെന്റ് വരിക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ ആരും സംശയം വേണ്ട. അപ്പോയിന്റ്മെന്റ് കൊടുക്കുക തന്നെ ചെയ്യും. അതിന്റെ ലെറ്റർ വരും, അല്ലെങ്കിൽ അതിന്റെ മെസ്സേജ് വരും, ഫോണിൽ കൂടെയോ അല്ലെങ്കിൽ ഇമെയിലിൽ കൂടെയോ ഫാക്സിൽ കൂടെയോ അതിന്റെ മെസ്സേജ് കിട്ടുകയും കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസർക്ക് കിട്ടുകയും തന്നെ ചെയ്യും. അത് 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ പെട്ടെന്ന് സർവകക്ഷി സംഘമായതുകൊണ്ട് ഡൽഹിയിലേക്ക് വരുന്നതായതുകൊണ്ട് അതായത് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് സമയമില്ലാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ്. ഒരാഴ്ച അല്ലെങ്കിൽ ഒരാഴ്ചക്കകം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുമെന്ന് താങ്കൾ പറയുന്നു. ഉറപ്പാണ്. അതായത് ഈ സർവകക്ഷി സംഘത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ 3 ദിവസത്തിനുള്ളിൽ സമയം അനുവദിക്കും. താങ്കൾ വ്യക്തമായും അല്ലല്ല താങ്കൾ പറയുന്നത് താങ്കൾക്ക് ബോധ്യമുള്ള രീതിയിലാണ് താങ്കൾ പറഞ്ഞത്. അതായത് സമയത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഇന്ന് അവിടെ ഇരുന്ന ഓഫീസിലിരുന്ന ഒരു ഉദ്യോഗസ്ഥന് പറ്റിയ ഒരു പാകപ്പിഴ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ തെറ്റിദ്ധരിക്കുന്നു ഇവർ. അങ്ങനെയെങ്കിൽ ഈ 3 ദിവസത്തിനുള്ളിൽ ഈ സർവകക്ഷി സംഘത്തിന് ദില്ലിയിലേക്ക് പോകാനുള്ള ക്ഷണമുണ്ടാകും. ഇവർ അപ്ലൈ ചെയ്ത രീതി ഒഫീഷ്യലാണ്, അത് വ്യക്തതയുണ്ടതിന്. ഇത് ഈ 3 ദിവസം എന്ന് പറയുന്നത് ഞാനല്ല പ്രധാനമന്ത്രി, ഞാൻ പറഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നിന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കയറി പിടിച്ചിട്ട് ജനങ്ങളെ എങ്ങനെയെങ്കിലും കബളിപ്പിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുക. കാരണം പലപ്പോഴും ദിവസങ്ങൾ കാത്തിരുന്നിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി 7 ദിവസം കാത്തിരുന്നിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് മൻമോഹൻ സിംഗിനെ കാണാൻ പറ്റാതെ. അത്രമാത്രം ബിസി ആയിരിക്കും. നേരത്തെ തന്നെ അവരുടെ അപ്പോയിന്റ്മെന്റുകളെല്ലാം ഫുള്ളായിരിക്കും.
അപ്പം വിദേശത്തു നിന്നുള്ള നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പോയിന്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ പിണറായി വിജയന് കൊടുക്കാത്തതാണ് ഇന്റർനാഷണൽ, അല്ലെങ്കിൽ ഇവിടുത്തെ സർവകക്ഷി സംഘത്തിന് കൊടുക്കാത്തതാണ് ഇന്റർനാഷണൽ ന്യൂസ് എന്ന് കൈരളി പറയും. കൈരളി മാത്രമല്ല ശ്രീ ജോർജ് അങ്ങനെ പറയില്ല. അല്ലല്ല താങ്കളുടെ അടക്കമുള്ള സ്ഥിരം ശൈലിയാണത്. അല്ല, കൈരളി പറഞ്ഞു എന്നല്ല, താങ്കൾ ബാക്കി മാധ്യമങ്ങളൊക്കെ ഒന്ന് കയ്യിൽ മുന്നിൽ TV ഉണ്ടെങ്കിൽ ഒന്ന് റിമോട്ട് മാറ്റി നോക്കാം. അല്ലാതെ ഒരു കാര്യം വിളിച്ച് പറയുമ്പോൾ വസ്തുതയിൽ നിന്നും മാറി ചലിക്കാനായിട്ട് അങ്ങനെ ഒരു മാധ്യമത്തിന് നേരെയുള്ള താങ്കളുടെ നിലപാട് ശരിയല്ല. അത് തിരുത്തണം. അത് ഒന്ന്. രണ്ട്, അല്ലല്ല അത് അവിടെ തിരുത്തി പോകണം ദയവായി താങ്കൾ. കൈരളി പറയുന്നതല്ല, ബാക്കി മാധ്യമങ്ങൾ കൂടി അല്ലല്ല അല്ലല്ല ഈ 7,000 കോടി രൂപ മല്യക്ക് ഇളവ് ചെയ്തത് കൈരളി അല്ല പുറത്തുവിട്ടത് ശ്രീ ജോർജ് കുര്യൻ. ആദ്യം ദേശീയ മാധ്യമങ്ങളാണ് പറഞ്ഞത്. താങ്കൾ കൈരളി പറഞ്ഞു എന്നല്ല. ഈ സാഹചര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്ന പുതിയൊരു വിഷയം, ആ വിഷയത്തിന്മേൽ മുഖ്യമന്ത്രി ഇന്ന് അല്പസമയം മുമ്പ് ഒഫീഷ്യലായിട്ട് ജനങ്ങളോട് വന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് തുടർച്ചയായി കൈരളി ചർച്ച ചെയ്യുന്നു. അതിൽ താങ്കൾക്ക് ഒളിച്ചോടാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കൈരളിയിലേക്ക് താങ്കൾ ആക്ഷേപം ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ചിലപ്പോൾ താമസിക്കും. ആ സമയത്ത് പെട്ടെന്ന് കാര്യമാണെങ്കിൽ പ്രധാനമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിയെ ബന്ധപ്പെടാൻ പറയും. ആ ബന്ധപ്പെട്ട മന്ത്രിക്ക് കൊടുക്കുന്ന റെപ്രസെന്റേഷൻ പ്രധാനമന്ത്രി കാണിയാൻ തീരുമാനം എടുക്കുകയും ചെയ്യും. അതാണ് സാധാരണയുള്ള പ്രക്രിയ. അപ്പൊ അത് വേണ്ട, പ്രധാനമന്ത്രിയെ എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും കണ്ടാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ പോകാം. അപ്പോയിന്റ്മെന്റ് ആയാലും കിട്ടും. മുഖ്യമന്ത്രിയും സർവകക്ഷിയോ നേതാക്കന്മാരും ചെല്ലുന്നതിന് അപ്പോയിന്റ്മെന്റ് കിട്ടാതിരിക്കില്ല. പക്ഷെ ചിലപ്പോൾ ദിവസങ്ങൾ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിയന്തര കാര്യമാണെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണുകയും അത് പ്രധാനമന്ത്രിയായിട്ട് ചർച്ചയായിട്ട് തീരുമാനം എടുക്കുകയും ചെയ്യും. തീരുമാനമല്ലേ നമുക്ക് വേണ്ടത്, കാണുക എന്നുള്ളതാണോ? തീരുമാനമല്ലേ വേണ്ടത് കേരളത്തിന്? ശരി. വളരെ നന്ദി ശ്രീ ജോർജ് കുര്യനൊപ്പം പി കരുണാകരൻ. ഈ ചർച്ചയിലേക്കും വിശകലനങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും തന്നെ മടങ്ങിയെത്താം. ശ്രീ MV ഗോവിന്ദൻ മാഷ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അതിനു മുൻപ് ശ്രീ ഗോവിന്ദൻ മാഷ് ദയവായി ഇതിന്റെ ഒരു സാങ്കേതിക പ്രശ്നം BJP നേതാക്കൾ ഉന്നയിക്കുന്നത് കൊണ്ട് രാജേന്ദ്രൻ, ഇക്കാര്യം താങ്കൾ അടക്കം ദില്ലിയിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചുള്ള മാധ്യമപ്രവർത്തകനാണ്. ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഒക്കെ തന്നെ കേരള ഹൗസ് വഴി ആയിരിക്കും. ഇവിടെ BJP-ക്കാർ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ടൈമിലുണ്ടായ ഒരു സാങ്കേതിക വിഷയമാണ്, അതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് നേരത്തെ അല്പസമയം മുമ്പ് പറഞ്ഞ ജോർജ് കുര്യൻ. എന്തായാലും ആ ഒരു വാദഗതിയായിരിക്കും വരും ദിവസങ്ങളിലും അവർ ഉന്നയിക്കാൻ പോകുന്നത്. അതിനൊരു ക്ലാരിഫിക്കേഷൻ വേണം. ഇതിനകത്ത് നേരത്തെ സംസാരിച്ച BJP നേതാക്കളായ ഗോപാലകൃഷ്ണനും അതുപോലെ ജോർജ് കുര്യനുമെല്ലാം ചൂണ്ടിക്കാണിച്ചൊരു വസ്തുത, പ്രധാനമന്ത്രി ഈ വാതിലുകൾ പൂർണ്ണമായിട്ടും കുട്ടിയടച്ചു എന്ന രീതിയിലുള്ള പ്രചാരണമാണ് നടത്തുന്നത്. അത് ശരിയല്ല. പ്രധാനമന്ത്രിക്ക് സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇപ്പോൾ ധനമന്ത്രിയെ കണ്ടുകൊള്ളൂ എന്ന രീതിയിലാണ് പറഞ്ഞതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന വസ്തുത. എന്നാൽ അങ്ങനെയല്ല. ഇതിനകത്ത് പ്രധാനമന്ത്രിയുടെ സമയം വേണമെങ്കിൽ അതിന് ചില ഔദ്യോഗികമായ രീതികളുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇന്നലെയും ഇന്നുമായി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷം ഔദ്യോഗികമായ മറുപടി വന്നപ്പോൾ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാർലമെന്റും മറ്റും നടക്കുന്നു, ഒരുപാട് പണികളുണ്ട്, ഒഴിവാക്കാനാവാത്ത തിരക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഘട്ടത്തിൽ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ കാണൂ, ഞാനുമായുള്ള കൂടിക്കാഴ്ച പിന്നീടാവാം എന്നൊരു വരി അതിനകത്ത് എഴുതി ചേർത്തിരുന്നെങ്കിൽ യാതൊരു വിഷയവുമില്ല. ഇതല്ല. ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ, നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകക്ഷി സംഘവുമായി താൻ കൂടിക്കാഴ്ച നടത്തേണ്ടതില്ല. ഈ വിഷയം നിങ്ങൾ ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയാൽ മതി. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വിഷയത്തിൽ കേരളത്തിലെ സർവകക്ഷി സംഘത്തെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തയ്യാറല്ല എന്നതാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഗോവിന്ദൻ മാഷ്, ഇതാണ് യാഥാർത്ഥ്യം. ഇതിലൊരു ഒളിച്ചുകളി, ഇരട്ടത്താപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ താങ്കൾ അങ്ങനെ? കാരണം ഒരു സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട്. അല്ല, ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു ഫെഡറൽ രാഷ്ട്രമാണ് നമ്മുടേത്. ഇന്ത്യ ഫെഡറൽ ഭരണഘടനകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യത്ത് സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഒരു സംസ്ഥാനത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളും അവരെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു ഡെലിഗേഷൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണണം. കേരളം അഭിമുഖീകരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിന് ഇത്രത്തോളം പ്രയാസമില്ല. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും ശക്തിയായിട്ട് സ്വാധീനിച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയെ മുഴുവൻ തകർക്കുന്നതിന് വേണ്ടി എടുത്ത BJP ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരായി ജനരോഷം ഇരമ്പിക്കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സർവകക്ഷികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു പ്രതിനിധി സംഘം അവിടെ പ്രധാനമന്ത്രിയെ കാണണം എന്ന് പറഞ്ഞപ്പോ പ്രധാനമന്ത്രി അതിന് കാണാൻ കൂട്ടാക്കുന്നില്ല.
പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിൽ പങ്കെടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ധാർഷ്ട്യത്തോടെ BJP നേതാക്കന്മാർ പറയാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുകയാണ്, ആ രാഷ്ട്രീയത്തിൽ നിന്ന് കൊടുക്കാൻ BJPയെയും അതുപോലെ പ്രധാനമന്ത്രിയെയും കിട്ടില്ല എന്ന് ഇവിടെ MT രമേശൻ കഴിഞ്ഞ ഞാനും ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നടന്ന റിപ്പോർട്ടർ ചാനലിലെ ചർച്ചയിൽ വ്യക്തമാക്കുന്ന കാര്യം ഞാൻ നേരിട്ട് കേട്ടു. അപ്പോ ഇവരൊരു രാഷ്ട്രീയമാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഇവിടെ എന്തായാലും കേരളത്തിലെ ഈ വളരെ പ്രധാനപ്പെട്ട സഹകരണ മേഖലയെ തകർത്തെറിഞ്ഞുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിനെയും ഒക്കെ തന്നെ നല്ലപോലെ തകർക്കാനാവുള്ളൂ എന്ന കണക്ക് രാഷ്ട്രീയ കളിയാണ് സഹകരണ മേഖലയിലൂടെ യഥാർത്ഥത്തിൽ മോഡി ഗവൺമെന്റും BJPയും RSSും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പകൽ വെളിച്ചം പോലെ മനസ്സിലാകുകയാണ്. 500 രൂപയും അതുപോലെ തന്നെ 1000 രൂപയും ദുർബലമാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വരുന്ന ഓരോ ദിവസങ്ങളിലും ആത്മഹത്യയും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും ഓരോ കുടുംബവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കമ്പോളമാകെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാന്ദ്യം കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. പണം ഉള്ളവരും ബാങ്കിൽ കിടക്കുന്ന പണത്തിൽ നിന്ന് കൃത്യമായിട്ട് അവർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മാത്രമേ മാറാൻ സാധിക്കുള്ളൂ. ഒരു ആവശ്യത്തിന് തികയുന്ന നിലയല്ല ഉള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ടും BJP ഇവിടെ ശക്തിയായിട്ട് സഹകരണ മേഖലയെ തകർക്കുന്നതിന് BJP ഗവൺമെന്റിനെ കൂട്ടുനിൽക്കുന്ന ഒരു അവസ്ഥ തുടരുന്നു എന്നുള്ളത് പരിഹാസ്യമായ ഒരു അവസ്ഥയാണ്. ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുമാണ്. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ഉപയോഗിച്ച ഒരു വാചകം, അതായത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നയങ്ങൾ പിന്തുടരുന്ന കേന്ദ്രത്തിൽ നിന്നും ജനാധിപത്യ ബോധം പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനുശേഷം തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് തികഞ്ഞ ലോകം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏകാധിപതി എന്ന വാക്ക് പ്രധാനമന്ത്രിക്ക് നേരെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയമായ ദിശയിലാണോ അതോ അതിനപ്പുറത്തേക്ക് നിങ്ങൾ കാണുന്ന ഈ യാഥാർത്ഥ്യ തലങ്ങൾ അതിനൊരു ഉദാഹരണം എന്ന നിലയിൽ ഈ ഒരൊറ്റ കോണ്ടസ്റ്റ് കൊണ്ടാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഇത് അമിതാധികാര വാഴ്ചയാണ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമിതാധികാര വാഴ്ചയാണ്, ഫാസിസ്റ്റ് പ്രവണത തന്നെയാണ്. അതുകൊണ്ടാണ് ഹിറ്റ്ലറെയും അതുപോലെ തന്നെ മുസോളിനിയെയും ഒക്കെ ഉദ്ധരിക്കേണ്ടി വരുന്നത്. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനം, മതനിരപേക്ഷത, അതേപോലെ തന്നെ ഭരണഘടനാപരമായിട്ടുള്ള ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏകീകൃതമാവുന്ന കേന്ദ്രീകൃതമായ RSSന്റെ ന്യൂക്ലിയസ് RSS ആണ്. അവരെടുത്തുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് പ്രവണതയും രീതിയും. ഞാൻ ദയവായി ഞാനൊന്ന് ഇടപെടുന്നു. ദയവായി ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. ഇപ്പോൾ ശ്രീധരൻപിള്ള BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീധരൻപിള്ള, അതായത് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഒരു അടച്ച് ഉള്ള ഒരു മറുപടി, അതെന്തായാലും ഈ വിഷയത്തിൽ ഇന്നത്തെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയം കേരളത്തിൽ ഉന്നയിക്കുമ്പോൾ അത് ഫെഡറൽ സംവിധാനവുമായിട്ടൊക്കെ ചേർത്ത് വായിച്ചുകൊണ്ടാണ് നിലപാടിലേക്ക് പോകേണ്ടി വരുന്നത്. രണ്ട് കക്ഷികൾ, കേരളത്തിലെ കക്ഷികളടക്കം ആ രീതിയിൽ പ്രതികരണങ്ങളിലൂടെ പോവുകയും ചെയ്യുന്നു. സന്ദർഭത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ന്യായീകരിക്കാൻ കഴിയുന്നതാണോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അതായത് ധനമന്ത്രിയോട് പോയി കണ്ടോളൂ, ഇപ്പോൾ കാണാൻ അല്ലെങ്കിൽ തന്നെ കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ തന്നെ കാണേണ്ട കാര്യമില്ല, ധനമന്ത്രിയെ കാണാം. അതെങ്ങനെ ഒരു പക്ഷേ അടച്ചാക്ഷേപിച്ചു എന്നത് ഗോവിന്ദ മാഷിന്റെ വാക്കുകളെ കടമെടുത്താണെങ്കിൽ അതിന് ക്ഷമിക്കുക, ആ അർത്ഥത്തിലാണെങ്കിൽ അല്ല, അത് CPM-ഉം കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് കേന്ദ്രവിരുദ്ധ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. തെരുവിലെത്തിയിട്ട് ഇങ്ങനൊരു മുഖ്യമന്ത്രി റിസർവ് ബാങ്കിന്റെ അന്നുള്ള പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള സംവിധാനത്തെ പോലും തടഞ്ഞുകൊണ്ട് റോഡ് നിറഞ്ഞ്, നമ്മൾ കണ്ടല്ലോ നിയമവിരുദ്ധം, കേരളത്തിലെ നിയമം എന്താണെന്നും നിയമവിരുദ്ധം എന്താണെന്നും അറിയാൻ പത്രങ്ങളിലെ ഫോട്ടോ നോക്കിയാൽ മതി. ഇത്തരത്തിൽ ഇറങ്ങുകയും ഈ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുകയും കേരളത്തിലെ കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളൊന്നും സുരക്ഷിതമല്ല എന്നാണ് അന്നത്തെ മെസ്സേജ്. അത് ചെയ്ത ഒരു ഘട്ടത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അവർ കണ്ടു, ഈ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെ അദ്ദേഹത്തെ ധനകാര്യമന്ത്രിയെ കണ്ട ആള് വേറൊരു സംസ്ഥാനത്ത് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ച സംഭവം ഇന്ന് വരെ അപ്പൊ കേരള ഘടകത്തിന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട്. 29 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് എല്ലായിടത്തും ഇത് ബാധിക്കുന്നു. ആ ബാധിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വിഷമതകളെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു നേരത്തെ പറഞ്ഞതാണ്, ഒരു തീരുമാനമെടുക്കണം. കേരളത്തിലെ BJP ഘടകം പോയപ്പെടുമ്പോൾ തീരുമാനമെടുക്കണം. അതിൽ കേരളത്തെക്കാൾ എത്രയോ അധികം 8100 പ്രാഥമിക കോപ്പറേറ്റീവ് ബാങ്കുകൾ, സംഘങ്ങൾ ഗുജറാത്തിലുണ്ട്. 21,000 BJP ഭരിക്കുന്ന മഹാരാഷ്ട്രയിലുണ്ട്. ഇതെല്ലാം ഉള്ള സമയത്ത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് ഒരു കേന്ദ്രവിരുദ്ധ
രാഷ്ട്രീയ സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇത് ആത്മഹത്യാപരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലും ശ്രീധരൻപിള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രീധരൻപിള്ള ദയവായി 2-3 കാര്യങ്ങൾ താങ്കളെ ശ്രദ്ധയിൽ. അതായത് അരുൺ ജെയ്റ്റ്ലിയെ പോയി കാണുന്നു, മുഖ്യമന്ത്രിയും ഒപ്പം ധനമന്ത്രിയും, അതിനുശേഷം എംപിമാർ കാണുന്നു. ഇതിലൊക്കെ ഉണ്ടാകാത്തൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അനുഭാവപൂർണമായ ഒരു തീരുമാനം ആദ്യം പ്രകടിപ്പിച്ച ധനമന്ത്രി അത് തിരുത്തുന്നു. അതിനുശേഷം നിലപാട് മറ്റൊന്നാകുന്നു. വീണ്ടും ആ വാതിലിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെടുന്നതിൽ യുക്തിയില്ലായ്മയാണ് ഒരു പക്ഷേ ചെന്നിത്തലയും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടുന്നത്. വീണ്ടും അതിനുവേണ്ടിയുള്ള വാദം എന്തിന്? കാരണം ഇക്കാര്യത്തിൽ ആത്യന്തികമായിട്ട് പ്രധാനമന്ത്രിക്കല്ല എംപിമാരെ അടക്കം ഒരുപക്ഷെ കാണാവുന്ന കാര്യമാണ്. ഒരുപക്ഷെ വ്യാഖ്യാനിച്ചാൽ സത്യപ്രതിജ്ഞ ലംഘനം എന്ന് വേണമെങ്കിലും പറയാവുന്ന ഒരു കാര്യത്തിൽ. കാരണം എംപിമാര് ജനകീയ വിഷയത്തിൽ പോയി കാണുന്നു. അവിടെ എന്തേ ഒരു മുഖം തിരിഞ്ഞുള്ള ഒരു നിലപാട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം 29 സംസ്ഥാനങ്ങളും 5-6 യൂണിയൻ പ്രദേശങ്ങളും ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഓരോ നിമിഷവും നിങ്ങളുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് കണ്ടേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള സതുദ്ദേശമല്ല, അത് ദുരുദ്ദേശമാണുള്ളത്. ഇതെന്റെ അഭിപ്രായമാണ്, പ്രധാനമന്ത്രിയുടെ BJPയുടെ അഭിപ്രായമല്ല. അങ്ങനെ സാഹചര്യത്തിലെ കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം. രണ്ടാമത്, ഈ പ്രശ്നത്തിൽ വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കാനായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും കണക്കിലെടുക്കുകയാണ്. ഒരു സംസ്ഥാനത്ത് മാത്രമായിട്ട് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി, പിന്നെ കേരളത്തിലെ ഏത് മന്ത്രിമാരാണ്? കെ കരുണാകരൻ, ഞാൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രക്കുറിപ്പുകളിൽ ഞാൻ പറയാൻ സാധിക്കും, 4-5 ദിവസവും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി അദ്ദേഹം പോയി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹം സീനിയർ അല്ലേ? അപ്പൊ ഈ രാജ്യത്തിന്റെ സിസ്റ്റം അതാണ്. ആ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ചോദിക്കുമ്പോൾ തന്നെ തന്നില്ല ഉടനെ തീർച്ചയായും അതിന് മറുപടി അല്ല ശ്രീധരൻപിള്ള, അതിന് മറുപടി രാഷ്ട്രീയമായി തന്നെ ഒരുപക്ഷെ PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, KPC ജനറൽ സെക്രട്ടറി കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൽ എത്തും മുൻപ് ശ്രീ ഗോവിന്ദ മാഷ്, ഇങ്ങനെ അതായത് ചരിത്രം പരിശോധിച്ചാൽ പല പ്രധാനമന്ത്രിമാരും ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ തിരക്കിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലാതെ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം ഇതിനകത്തേക്ക് ലയിപ്പിക്കേണ്ടതില്ല എന്ന ശ്രീധരൻപിള്ളയുടെ വാക്കുകൾക്ക് മറുപടി. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനും ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ ശ്രീ MT രമേശൻ BJPയുടെ കേരളത്തിലെ പ്രമുഖ നേതാവുമായിട്ട് ഒരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മാർക്സിസ്റ്റുകാരും കോൺഗ്രസുകാരും കൂടി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണ്. ഈ രാഷ്ട്രീയ കളിക്ക് നിന്നുകൊടുക്കാൻ BJPക്ക് മനസ്സില്ല, പ്രധാനമന്ത്രി അതിന് തയ്യാറല്ല എന്നാണ് അറിയിച്ചത് എന്ന് പച്ചയായിട്ട് തന്നെ പറയുകയുണ്ടായി. അപ്പൊ ഇനിയിപ്പോ ശ്രീധരൻപിള്ള പോലൊന്നും പറയണമെന്നും കാര്യമില്ല. അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമല്ല, UDF ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സഹകരണ മേഖലയിലെ ഇന്നത്തെ നിശ്ചലമായി കിടക്കുന്ന അവസ്ഥയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു ഇടപെടലിന് വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ അവിടെ 6000 ഉണ്ട്, അവിടെ 1500 ഉണ്ട് എന്നൊക്കെ പറയുന്നതല്ല ഇവിടെ പ്രശ്നം. കേരളമാണ് സഹകരണ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം. അതിലിപ്പോൾ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകെയുള്ള സഹകരണ മേഖലയിലെ മൂലധന നിക്ഷേപത്തിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കേരളത്തിലാണ്. അതായത് ഇന്ത്യയിൽ ആകെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി ഇവിടെ 53% ശേഷം മാത്രമേ ഉള്ളൂ. 53% ഈ കേരളത്തിന്റെ പങ്കാണ് സഹകരണ മേഖലയിൽ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടിയിട്ടാണ് ഈ 47% ഉള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കേരളം പോലൊരു ചെറിയ സംസ്ഥാനം, ഈ കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ നിൽക്കുകയാണ് ഈ സഹകരണ മേഖല. ഈ സഹകരണ മേഖല എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിലുള്ള പണ ഇടപാട് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ പ്രക്രിയക്കകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു സഹകരണ മേഖലയാണ് ഈ കേരളത്തിലുള്ളത്. അത് സമ്പത്ത് കൈമാറ്റം ചെയ്യാൻ സാധിക്കുന്ന ബാങ്കിങ് സംവിധാനം മാത്രമല്ല, മറ്റ് എല്ലാ തരം, ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന്റെ എല്ലാ തരങ്ങളിലും ഫലപ്രദമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ അത് വ്യക്തമാണ്, നമ്മൾ ആവർത്തിക്കുന്ന കാര്യമാണ്. ശ്രീ ഗോവിന്ദ മാഷ് മടങ്ങിയെത്താം. ശ്രീ PM സുരേഷ് ബാബു, ശ്രീധരൻപിള്ള ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ സുരേഷ് ബാബു, അതായത് പല കാലഘട്ടങ്ങളിലും പ്രധാനമന്ത്രിമാർക്ക് അല്ലെങ്കിൽ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സാങ്കേതിക അർത്ഥത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ സർവകക്ഷി സംഘം നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടാതെ പോവുകയാണോ ചെയ്തത്, അതോ ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായ മുൻവിധി താങ്കളടക്കമുള്ളവർ കാണുന്നുണ്ടോ? ഇത് ഒരു കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികൾ എടുത്തൊരു തീരുമാനത്തിന്റെ വെളിച്ചത്തില് പ്രധാനമന്ത്രിയെ കാണാൻ പോയതല്ല. ഇന്നലെ ചേർന്ന നിയമസഭ ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കി ഈ കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടി ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് പാസാക്കിയിട്ടുള്ളത്.
വ്യവസ്ഥാപിതമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള മുഖ്യമന്ത്രി, MLA മാര്, മന്ത്രിമാര്, പ്രതിപക്ഷത്തിലുള്ള ആളുകൾ എല്ലാവരും തീരുന്നെടുത്തൊരു തീരുമാനമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് കാണണം. എന്നിട്ട് ഇവരോടൊന്ന് പറയണം. അങ്ങനെ പറഞ്ഞ ഒരു തീരുമാനമെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അവർക്ക് ആർക്കും ഒരു ജലദോഷം പോലും ഇല്ല, പകർച്ചവ്യാധി ഒന്നും അവർക്കില്ലല്ലോ. അവരെ ഒന്ന് കണ്ട് 10 മിനിറ്റ് അവർ ചെലവഴിച്ച് നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല, ഞാൻ പറയുന്നതാണ് ശരി, അതുകൊണ്ട് നിങ്ങൾ താല്പര്യത്തിന് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രിയോട്, പ്രതിപക്ഷ നേതാവിനോടൊന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് രാജ്യം ആകെ കുട്ടിച്ചോറായി പോവോ? എന്ത് സമയക്കുറവാണ്? ഇന്ത്യ രാജ്യത്ത് തന്നെ നിൽക്കുന്നത് എത്രയോ ചുരുങ്ങിയ സമയം മാത്രമാണ് അദ്ദേഹം. ലോകരാജ്യങ്ങൾ ചുറ്റിക്കാണുന്ന ഒരു പ്രധാനമന്ത്രിക്ക് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ, സംസ്ഥാനത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ പ്രതിനിധികളെയും കൂടി ഒരുമിച്ചൊന്ന് കാണാൻ 10 മിനിറ്റ് സമയമില്ലാത്തത്. ഞാൻ ഇതിന്റെ സാങ്കേതിക വശങ്ങളൊന്നും ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒരു ആറ്റിറ്റ്യൂഡ് പ്രശ്നമാണ്, ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്, ജനാധിപത്യ വ്യവസ്ഥയോടുള്ള ഒരു അവജ്ഞയാണ്, ഒരു വെല്ലുവിളിയാണ്. അതാണ് എനിക്ക് അതിനകത്തുള്ള ഒരു പ്രതികരണമായിട്ട് കാര്യമായി മടങ്ങിയെത്ത ശ്രീ സുരേഷ് ബാബു, മടങ്ങിയെത്ത ശ്രീ ശ്രീധരൻപിള്ള. കാരണം അതായത് അതിനുള്ള മറുപടിയാണ് രണ്ടുപേരും പറഞ്ഞത്. ഇവിടെ സാഹചര്യമാണ് മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യത്തിന് വേണ്ടി 1-2 മിനിറ്റ് അതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ തിരക്ക് മറ്റൊരു ദിവസം അനുമതി, ഒഫീഷ്യലായിട്ട് പോകുന്ന കേരള ഹൗസ് വഴി പോകേണ്ട എല്ലാ ഒഫീഷ്യൽ സംവിധാനങ്ങളും പാലിക്കപ്പെട്ടിട്ടുണ്ട്, അത് വ്യക്തമാക്കുന്നുണ്ട്. എന്തേ ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായത്? എങ്ങനെയും വെച്ചു പൊറുപ്പിക്കില്ല കേന്ദ്ര സർക്കാർ എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ ആണല്ലോ ഫാസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫാസിസ്റ്റ് ആണെന്ന് മുൻവിധിയോടുകൂടി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഒരു കേരള മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശ്രമിക്കുന്നു. കോൺഗ്രസിന്റെ ഗതി എന്നും അതായിരുന്നു. കാരണം ഞാൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഞാൻ ചരിത്രത്തിലെ ഓർമ്മയ്ക്ക് തുരുമ്പ് പിടിച്ച ആളല്ല. ഞാൻ പറയാൻ ആഗ്രഹം, അബ്ദുൽ നാസർ മദനിയെ കാണാൻ പോകുന്നതിന് രണ്ടു കൂട്ടരും കൂടെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ആ സമയത്ത് രാജ്യവിരുദ്ധ ശക്തികളോടൊപ്പം നിൽക്കാൻ എന്നും ശ്രമിച്ച ചരിത്രമാണ് ഇവർക്കുള്ളത്. ഒന്നിച്ച് നിയമസഭ പ്രമേയം പാസ്സാക്കിയിട്ട് രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ, മർഡർ കേസ് ഉൾപ്പെടെയുള്ള ആളിനെ കാണാൻ കോയമ്പത്തൂരിൽ പോയത് നമ്മൾ മറന്നോ? മാറാട് സംഭവത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ KPCCയുടെ പ്രസിഡന്റ് K. മുരളീധരനും പിണറായി വിജയൻ, അന്നത്തെ CPM-ന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവര് അവിടെ മാറാടിനെ സംബന്ധിച്ചിടത്തോളം CBI അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പൊതു നിലപാടിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചോ? ഇപ്പോൾ ഈ കാര്യത്തിൽ പ്രഖ്യാപനം വന്ന് 1 മണിക്കൂറിനുള്ളിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി 500-ന്റെ 1000-ന്റെ നോട്ടുകൾ താഴെ അവിടുത്തെ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള അതുപോലെ സർക്കാരോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്വീകരിക്കേണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് ശരിയല്ല, ഇതിനെ അട്ടിമറിക്കുമെന്ന് പ്രഖ്യാപിച്ചില്ലേ? ഒരു പൊതുവിഷയം ശ്രീധരൻപിള്ള, ഒരു ജനകീയ വിഷയം. കാരണം വിവാഹങ്ങൾ പോലും മുടങ്ങി ത്രിശങ്കുവിലേക്ക് പോകുന്ന കുടുംബങ്ങൾ, ഇവരുടെയൊക്കെ ഒരു വികാരം മറ്റ് രാഷ്ട്രീയ ദിശയിലേക്ക് പോവല്ല. ഞാൻ ചോദിച്ചത്, ഇത്തരം ഒരു ജനകീയ വിഷയത്തിൽ ഒരുമിക്കാൻ പറ്റുന്ന ഒരു വേദി, ആ വേദി ഉപയോഗിക്കുക, അത് നല്ലവണ്ണം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം രാഷ്ട്രീയപ്രേരിതമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പാകെ മാൻഡേറ്റ് ലഭിക്കേണ്ട സാഹചര്യം വരുമ്പോൾ 19-ാം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കും നമുക്കെല്ലാം മനസ്സിലായി. ത്രിപുരയിൽ പോലും 3000 വോട്ടിന്റെ വ്യത്യാസത്തിൽ BJP എത്തിയിരിക്കുക. രാഷ്ട്രീയ ചലനങ്ങളെല്ലാം ജനങ്ങളുടെ മാൻഡേറ്റ് ലഭിക്കുന്നുണ്ട്. പിന്നെ LDF-ന്റെ UDF-ന്റെ മാൻഡേറ്റ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അവരെ ഫാസിസ്റ്റ് എന്ന് എന്ത് വേണം വിളിച്ചോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. സത്യമായി നിലനിൽക്കും. ഇവിടെ എവിടെയാണ് കോപ്പറേറ്റീവ് ബാങ്കിനെ തകർക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്? കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് എങ്ങനെ ഞങ്ങൾ എതിര് നിൽക്കുന്നത്? കള്ളപ്പണം ഉണ്ടെങ്കിൽ എവിടെ ആയാലും അത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ കള്ളപ്പണക്കാരോടൊപ്പം നിൽക്കാൻ, അതിന്റെ കങ്കാണിമാരായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ CPM, ഞാൻ ഓൾ ഇന്ത്യ CPM-നെ പറയുന്നില്ല. കാരണം ബംഗാളിലെ ആൾ പോയിട്ട് ധനമന്ത്രിയെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? ആവശ്യപ്പെട്ടത് എന്താ? 68 കോടി രൂപ കിടക്കുന്ന ബാങ്കിന്റെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കരുത്, എല്ലാം കള്ളപ്പണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പണം അതിനൊരു വ്യക്തി ശ്രീ ഗോവിന്ദ മാഷ് അതായത് ബംഗാളിലെ ഒക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനൊക്കെ നിങ്ങൾ ഒരു മറുപടി നൽകുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ വ്യതിചലിച്ചു പോകുമ്പോൾ ഒരു ഡിബേറ്റിന്റെ വേദി എന്തുകൊണ്ട് പ്രധാനമന്ത്രി തുറക്കുന്നില്ല? അല്ലെങ്കിൽ 1 മിനിറ്റ് നേരമെങ്കിലും ഇക്കാര്യം എന്തേ കൂടിക്കാഴ്ചയ്ക്ക് പോലും അനുമതി നൽകില്ല എന്ന ചോദ്യത്തിന് ശ്രീധരൻപിള്ള നിരത്തിയ ന്യായങ്ങൾ യുക്തിഭദ്രമാണോ? ഒരു യുക്തിഭദ്രമല്ല. അദ്ദേഹമെല്ലാം യഥാർത്ഥത്തിൽ വിഷമിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീധരൻപിള്ളയൊക്കെ ഏറ്റവും മാന്യനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്.
അദ്ദേഹമൊക്കെ ഈ BJPക്ക് വേണ്ടി ഈ അമിതാധികാര പ്രവണത പ്രാവർത്തികമാക്കാൻ നടത്തുന്ന BJPയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ നിലപാടിനെ ന്യായീകരിക്കാൻ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്തുള്ള ഊർജ്ജമൊന്നും ഇവർക്ക് ആർക്കുമില്ല. കാരണം ഊർജ്ജപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുക. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്നു. സഹകരണ മേഖല, ജില്ലാ ബാങ്ക്, പ്രാഥമിക സഹകരണ മേഖലകളും എല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിനൊന്നും ഇനി ഒരു തരത്തിലുള്ള കാര്യവും കൈകാര്യം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീണ്ടു പോവുകയാണ്. ഇത് അവസാനം വരെ ഇങ്ങനെ നീണ്ടുപോകുന്നൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സഖാവ് പിണറായി പറഞ്ഞത്, ഒരു നയാ പൈസ പോലും ചോർന്നു പോവാതെ, ഒരു നയാ പൈസ പോലും നഷ്ടപ്പെടാതെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് സഖാവ് പിണറായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും കേന്ദ്ര ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ തിരുത്തിക്കണമല്ലോ. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട BJPക്കാർ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് പ്രക്ഷോഭത്തിന് വന്നത്. ഞാൻ ഇന്ന് ഉച്ചക്ക് രാവിലെ മുതൽ ആരംഭിച്ച RBIയുടെ മുമ്പിലുള്ള സമരം എന്ന് പറയുന്നത് അവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരുടെയും സമരമാണ്. ആ സമരത്തിൽ ഞാൻ അവിടെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും BJPയിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന പങ്കുള്ള ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നവരെന്നോട് പറയുണ്ടായി. അപ്പൊ എല്ലാ മേഖലയിലും സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെട്ടു വരികയാണ്. ഇന്ന് ജില്ലാ സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികളാണ് ഇന്ന് ഇവിടെ കേരളത്തിന്റെ 14 ബാങ്കുകളിൽ നിന്നുമായിട്ട് ഇവിടെ വന്ന് സമരം നടത്തിയത്. നാളെയും സമരം നടക്കാൻ പോകണം. എല്ലാ ദിവസവും സമരമാണ്. ഇതൊന്നും കണ്ടില്ല, ഇതൊന്നും ഇനി സർവേ നടത്തിയിട്ട് നോക്കട്ടെ, ഇതിനനുകൂലമായിട്ട് എത്രയാളുണ്ട്, പ്രതികൂലമായിട്ട് എത്രയാളുണ്ട് നോക്കിയിട്ട് മാത്രമേ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ ഗുരുതരമായ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ആളുകൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ എന്താണ് ഇനി ഭാവി എന്ന് ആലോചിച്ചുകൊണ്ട് 4 ലക്ഷം രൂപ ബാങ്കിൽ കിടക്കുമ്പോൾ അത് തിരിച്ചു കിട്ടില്ലയോ എന്നുള്ള ഉത്കണ്ഠയിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി കേരളത്തിൽ വരെ ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ സുരേഷ് ബാബു, ഇനി എന്താണ്? കാരണം ഇങ്ങനൊരു നിലപാട് എടുക്കുമ്പോൾ അത് ഒരുപക്ഷെ അടച്ച് നമ്മൾ മറുപടി നൽകി മാറുകയാണോ വേണ്ടത്? കാരണം സർവകക്ഷി സംഘം എന്തായാലും നിങ്ങൾ ധനമന്ത്രിയെ കാണാൻ പോകുന്നില്ല എന്ന് രണ്ടുപേരും ഇന്ന് ചെന്നിത്തല അല്പസമയം മുമ്പ് ചെന്നിത്തലയും നിലപാട് അറിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. മറിച്ച് വിഷയം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന്മേൽ എന്ത് എന്ന് ജനം കാതോർക്കുന്നു. ഇനി സ്വീകരിക്കാൻ പറ്റുന്ന ഇടപെടൽ എന്തായിരിക്കും? ത്രിശങ്കുവിലായി നിൽക്കുന്ന ജനങ്ങൾ, നിരവധി പേർ, സഹകരണ സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ സഹകരണ മേഖലയിലെ പണം നിക്ഷേപിച്ച ആളുകൾ, ഇവരുടെയൊക്കെ തന്നെ ഭാവി അല്ലെങ്കിൽ പണത്തിൻ്റെ ഒക്കെ തന്നെ ഭാവിയുണ്ട്. ഇതിലൊരു ആത്യന്തികമായി ഇനി എടുക്കാൻ കഴിയുന്ന ഒരു നിലപാട് എന്താണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം എടുത്ത നയങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് പ്രതിപക്ഷത്തിൽപ്പെട്ട ഞങ്ങളൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ചങ്ങ് മാറ്റിക്കളയണം അല്ലെങ്കിൽ മാറ്റിക്കളയും എന്നുള്ള മിഥ്യാബോധമോ വ്യാമോഹമോ ഒന്നും ഞങ്ങൾ വെച്ചു പുലർത്തുന്നില്ല. കേരളത്തിന്റെ നിയമസഭ ശ്രീ O രാജഗോപാലനെയും കൂടി സാക്ഷി നിർത്തിക്കൊണ്ട് ചർച്ച ചെയ്ത വിഷയങ്ങള്, അത് ഇന്നിങ്ങനെയൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ആശങ്കകളുണ്ട് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊന്ന് പറയാനുള്ളൊരു അവസരം അത് കേൾക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യത്തിന്റെ മാത്രം ലാഞ്ചനയല്ലേ? മറ്റെന്തെങ്കിലും അതിനകത്ത് വരുത്തിയെടുക്കാൻ കഴിയുമോ? ജനങ്ങൾ ഇതിനകത്ത് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം അവിതർക്കിതമായി ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ചെറിയ മൈനർ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പാർട്ടി നേതൃത്വം, ശ്രീ ശ്രീധരൻപിള്ളയെ പോലുള്ള പാർട്ടി നേതൃത്വം മറ്റൊന്നും ആഗ്രഹിക്കാത്ത ഒരു ആശയാദർശങ്ങളിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന കുറേ നേതാക്കന്മാർ, ശ്രീ ശ്രീധരൻപിള്ള പോലെ ഉള്ള ആളുകൾ, എനിക്ക് അദ്ദേഹത്തിന് വളരെ നേരിട്ടറിയാവുന്ന ആളാണ്. അവരൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടൊന്ന് പറഞ്ഞു കൊടുക്കണം, കഴിയുമെന്നത് പറഞ്ഞു കൊടുക്കണം. ഈ പ്രതിപക്ഷത്തിന്റെ ഒരു ഡെലിഗേഷനെ നിങ്ങൾ കാണണം. നിങ്ങളുടെയൊക്കെ പറയാനുള്ളത് നിങ്ങൾ കൃത്യമായി പറഞ്ഞോളൂ, പക്ഷെ അവരെ ഒന്ന് കാണണം. അത് കണ്ടില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അങ്ങൊരു ധിക്കാരിയാണ്, അങ്ങൊരു ദേഹാധിപതിയാണ് എന്ന നിഗമനത്തിൽ എത്തിച്ചേരും എന്ന് എങ്കിലും ഒന്ന് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. അതല്ല, കേരളത്തിലെ പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ് പ്രധാനമന്ത്രി അനുമതി നിഷേധിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. രണ്ടാലൊന്ന്, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെതായ തീരുമാനമാണ് എന്ന് പറയാൻ അവർ തയ്യാറാകണം. അതല്ലെങ്കിൽ ഇവരെ രണ്ടാമത് ഈ കാര്യത്തിൽ ജനങ്ങളുടെ പ്രതിനിധികളാണ്. ഓട് പൊളിച്ച് കയറി വന്നവരെല്ലാം ശ്രീ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയൊന്നും, അവരും ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് തന്നെ വന്നിട്ടുള്ളവരാണ്. അവര് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ കുറിച്ച് ഒന്ന് കേൾക്കാൻ
പ്രധാനമന്ത്രി ഒന്ന് തയ്യാറാകണമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി അവരെ ഉദ്ദേശിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി ശരി, അദ്ദേഹം മറുപടിയിലേക്ക് ശ്രീധരൻപിള്ള ടെലിഫോൺ ലൈനിലില്ല. ചർച്ചയിൽ നമ്മൾ പ്രതികരിച്ച ശ്രീ സുരേഷ് ബാബു. ഒപ്പം സഹകരണ ബാങ്ക് വിഷയത്തിൽ കേരളത്തിൽ നിന്നുള്ള സർവകക്ഷി സംഘത്തോട് മുഖമടച്ച നിലപാട് സ്വീകരിച്ച് പ്രധാനമന്ത്രി സർവകക്ഷി സംഘവുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു. വേണമെങ്കിൽ ധനമന്ത്രിയെ കാണാമെന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തോട് തികഞ്ഞ അനാദരവാണ് കാട്ടിയിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. ഏറ്റവും വലിയ ഏകാധിപതിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന് ചെന്നിത്തലയും പ്രതികരിച്ചിരിക്കുന്നു. വിവിധ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. AK ആന്റണി, കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അഖിലകക്ഷി സംഘത്തെ കാണാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രിയുടെ നടപടി തികച്ചും ധിക്കാരമായി പോയി. അടുത്ത കാലത്തായി അദ്ദേഹം ഏകാധിപതിയെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിലെ എല്ലാ MP-മാരും പാർട്ടി ഭേദം മറന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിയിക്കാൻ അദ്ദേഹത്തെ കാണാൻ സമയം ചോദിച്ചു. ഞങ്ങൾക്കിതുവരെ സമയം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ അനുഭവത്തിൽ ഇത് ആദ്യ സംഭവമാണ്. ഇതായിപ്പോൾ എല്ലാ സീമകളും ലംഘിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ സംസ്ഥാനത്തെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരെയും കുത്തി കേരള ജനങ്ങൾ നേരിടുന്ന ദുരിതത്തെക്കുറിച്ച്, കഷ്ടപ്പാടിനെക്കുറിച്ച്, വേദനകളെക്കുറിച്ച് ഒരു പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ സമയം ചോദിച്ചിട്ട് എനിക്ക് കാണാൻ സമയമില്ല, നിങ്ങൾ ധനകാര്യമന്ത്രിയെ പോയി കാണണമെന്ന് പറഞ്ഞത് തികഞ്ഞ ധിക്കാരമാണ്, തികഞ്ഞ ഏകാധിപത്യ ശൈലിയായി. ഈ ശൈലി ഞങ്ങൾ തിരുത്തിക്കും. പ്രധാനമന്ത്രി തിരുത്തേണ്ടി വരും. കേരളത്തിലെ മുഖ്യമന്ത്രിയും കക്ഷി നേതാക്കളും കാണാൻ ശ്രമിച്ചത് പ്രധാനമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൻ്റെ ഫലമായി ഒരു ഗ്രഹപാഠവും ചെയ്യാതെ ഒരു രാത്രിയിൽ പ്രഖ്യാപിച്ച നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിൻ്റെ ഫലമായി കേരളം ഒന്നടങ്കം, കേരളത്തിലെ കർഷകർ, തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ, കച്ചവടക്കാർ, ഇടത്തരക്കാർ, വിദ്യാർത്ഥികൾ, രോഗികൾ, അങ്ങനെ കേരളം ഒന്നടങ്കം കീഴുന്ന അവസരത്തിൽ അവരുടെ പ്രയാസങ്ങൾ അവരെ പ്രധാനമന്ത്രിയെ കണ്ട് ധരിപ്പിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി ഭേദം മറന്ന് തർക്കങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ കക്ഷികളും വരുമ്പോൾ അവർക്ക് എന്താണ് പറയാനെന്ന് കേട്ട് അവർക്ക് ആശ്വാസം നൽകാൻ ബാധ്യതയാണ് ഒരു പ്രധാനമന്ത്രിക്കുള്ളത്. അതിനു പകരം അവരെ കാണാൻ പോലും മടി കാണിക്കുക പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ്. ഒരു ഏകാധിപതിക്ക് മാത്രം സാധിക്കുന്ന ധിക്കാരപരമായിട്ടുള്ള ഒരു ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. എല്ലാ ജനാധിപത്യ മര്യാദകളെയും അദ്ദേഹം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ഡെലിഗേഷനെ കാണാതിരിക്കാം, MP-മാരെ കാണാതിരിക്കാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ കുറച്ച് ദിവസം കൂടി പാർലമെൻറ്റിൽ വരാതെ രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിക്കാം. പക്ഷേ അദ്ദേഹം നിലപാട് തിരുത്തേണ്ടി വരും. പാർലമെൻറ്റിൽ വരാതെ പാർലമെൻറ്റിനെ ബഹിഷ്കരിക്കുന്ന പ്രധാനമന്ത്രി ഞങ്ങൾ പാർലമെൻറ്റിൽ വരുത്തും. അതിനുവേണ്ടി എത്ര ശക്തമായ പ്രക്ഷോഭണം വേണ്ടി വന്നാലും ആ പ്രക്ഷോഭണത്തിന് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തെ അവമാനിച്ച പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ നിലപാടിന് കനത്ത വില നൽകേണ്ടി വരും. കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കില്ല. കേരളത്തിലെ ജനങ്ങൾ പ്രധാനമന്ത്രിക്ക് മാപ്പ് കൊടുക്കില്ല എന്നാണ് AK ആന്റണി പ്രതികരിച്ചത്. കേരളത്തെ അവഹേളിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നതെന്നും തികഞ്ഞ ഏകാധിപതിയോട് വേണം മോഡിയെ ഉപമിക്കാനെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരണം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. സംസ്ഥാന മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറയുമ്പോൾ
അത് അനുവദിക്കുകയാണ് ചെയ്യാറുള്ളത്. നരേന്ദ്രമോദിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏകാധിപതി താനാണെന്ന് തെളിയിക്കാനുള്ള ഒരു പുറപ്പാടിലാണോ നരേന്ദ്രമോദി? കേരളത്തിലെ ജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് എല്ലാം പ്രതിപക്ഷവും ഭരണകക്ഷിയും എല്ലാം ഒരുമിച്ച് പോകാൻ തീരുമാനിച്ച് സമയം ചോദിക്കുമ്പോൾ ധനകാര്യമന്ത്രിയെ കാണാൻ പറയുന്ന നടപടി ഒട്ടും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച നടപടിയല്ല. ഈ സംസ്ഥാനത്തോടുള്ള കടുത്ത അവഹേളനമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പ്രധാനമന്ത്രിയുടെ നിലപാടിനെ, ഓഫീസിന്റെ നിലപാടിനെ ന്യായീകരിച്ചു. ആ വാക്കുകളിലേക്ക്. പക്ഷേ സർവകക്ഷി നേതാക്കൾ മറ്റ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾക്ക്, LDF UDF നേതാക്കൾക്ക് ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ താല്പര്യം കണക്കിലെടുത്താണോ, അതോ തങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണോ? ഈ വിഷയത്തിൽ അവർക്ക് കേന്ദ്രത്തെ ഒന്നും ധരിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുന്നത് എന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനുമൊക്കെ ചുമതലയുണ്ട്.